വാസ്കോ ഡ ഗാമ സ്ക്വയർ ഇൻ ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലുള്ളത് വാസ്കോ ഡ ഗാമ സ്ക്വയർ. ഇവിടെ നമുക്കറിയാം ചിൽഡ്രൻസ് പാർക്കുണ്ട്, നെഹ്റു ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികൾക്ക് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ജസ്റ്റ് 2 മിനിറ്റ് ഇരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചി തന്നെയുള്ള ഒരു മനോഹരമായ പാർക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല, കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്, പാരൻസ് കൊണ്ടുവന്നെയാണ്. ഞാൻ ഈ ഫോർട്ട് കൊച്ചിയുടെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കുന്ന രീതിയിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി. ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. ഇന്ന് കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാം. രാവിലെ നല്ല ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ മെയിൻ രാവിലെ വരുന്ന ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല അന്തരീക്ഷമാണ്. ഷോപ്പുകാരൊക്കെ കടകൾ തുറന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏകദേശം ഒരു 9-9:30 മണിയായി, 9-10 മണി ആ സമയത്ത് എടുക്കുന്നു. നല്ല മരങ്ങളൊക്കെ ഉണ്ട്, വെയിൽ അങ്ങനെ ഓവറായിട്ടില്ല. സൂപ്പർ ടൈമിങ്, വെതർ കണ്ടീഷൻ ഈസ് ഓൾസോ വെരി ഗുഡ്. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഇത് മെയിൻ കാഴ്ച നമ്മുടെ ചീനവല എന്ന് പറയുന്നത് അല്ലേ, ഫിഷിംഗ് നെറ്റ്. നമ്മൾ എറണാകുളത്തൊക്കെ വന്നാൽ കൊച്ചിയിലൊക്കെ വന്നാൽ മെയിൻ കാണേണ്ട സംഭവമാണ്. വൈപ്പിലും അതുപോലെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഉള്ളതാണ് ഈ നമ്മുടെ ഈ ഫിഷിംഗ് ചീനവല എന്ന് പറയുന്ന ആ ഒരു പരിപാടി. നമ്മളിപ്പോൾ പണ്ട് കാലത്ത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആലപ്പുഴ ഉണ്ടാവും, ആലപ്പുഴ ഉണ്ട്. പിന്നെ മലബാർ മേഖലയിൽ കുറവാണിത്. മലബാർ കണ്ണൂർ ആ ഭാഗത്തൊന്നും ഇല്ല എന്ന് തോന്നുന്നു, അവിടെ ഇല്ല. അപ്പോൾ ഞാനിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇത് കാണാൻ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ട്. അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വീഡിയോസ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമുക്കറിയില്ല, കുറച്ചിങ്ങനെ മരത്തിൽ തടിയിൽ ഒരു ജെട്ടി പോലെ ആക്കി അവിടെയാണ് ഈ വലിയ ഫിഷിംഗ് നെറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്, മുള കൊണ്ട്. അവിടെ പോയിട്ട് നല്ല ഇരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് താഴ്ക്കും. അതിൽ മുകളിൽ ഇര കൊത്താൻ വേണ്ടി മീൻ വരുമ്പോൾ അതിനെ പിടിച്ച് പൊന്തിക്കില്ല. നല്ല അധ്വാനമുള്ള പണിയാന്ന് കേട്ടോ, വിചാരിച്ച പോലെ നല്ല അധ്വാനമുള്ള വർക്കൊക്കെ തന്നെയാണ്. വേണമെങ്കിൽ നമുക്കവിടെ അടുത്ത് പോയിട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ അടുത്ത് പോയിട്ട് കണ്ടിട്ട് വീഡിയോസൊക്കെ എടുക്കാം. അത് ചെറിയൊരു പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും, ഒരു 150-200 രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും. അവർക്ക് ചെറിയൊരു വരുമാനമായി. ഇപ്പോൾ ഇതൊക്കെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ പോയിട്ടില്ല, കുറച്ച് ആൾക്കാർ പോകാറുണ്ട്. മെയിനായിട്ട് ഫോറിനേഴ്സൊക്കെ പോകും. അവർക്ക് 200 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയൊന്നും അല്ലല്ലോ. അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണും. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് കുറച്ച് ദൂരത്തുനിന്ന് ഈ വീഡിയോസൊക്കെ എടുത്തു. വളരെ നല്ല അടിപൊളി സംഭവം തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട ആസ്വദിക്ക്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇതിലേ കൂടി നടന്നു നോക്കാം. കുറേ കച്ചവടക്കാരൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇളനീര് കച്ചവടമുണ്ട്. അവർ രാവിലെ തന്നെ നമുക്കറിയാം എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയാലും അവരുടെ മെയിൻ കച്ചവടം എന്ന് പറഞ്ഞാൽ സഞ്ചാരികൾ, വിസിറ്റേഴ്സ് അല്ലേ, ടൂറിസ്റ്റുകൾ വരണം. അതാണ് ടൂറിസം എന്ന് പറയുന്നത്. നല്ലൊരു ഇൻഡസ്ട്രി തന്നെയാണ്. കേരളത്തിൽ അറിയാത്ത ഇൻഡസ്ട്രിയാണത്. കേരളത്തിലെ മെയിൻ ടൂറിസം ഞാൻ കണ്ടത് കൊച്ചിയിലും തിരുവനന്തപുരം ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് മലബാർ മേഖലയൊക്കെ വളരെ കുറവായിരുന്നു ഒരാളത്ത്. ഇപ്പോഴും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ടൂറിസം എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രി തന്നെയാണ്. നമ്മുടെ സന്തോഷ് ജോർജ് ഒക്കെ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ പോലെ വലിയൊരു വരുമാനം തന്നെയാണ്. ഇവിടെ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനിത് കഴിഞ്ഞിട്ട് നേരെ ഗോവയിലൊക്കെ പോകുന്നുണ്ട്. ഗോവയൊക്കെ അറിയാമല്ലോ എന്തായിരിക്കും അവസ്ഥയെന്ന്. ഇവിടെ ഒരു നല്ല മീൻ വിൽക്കുന്നുണ്ട്. നല്ല കൊച്ചി കായലിൽ നിന്ന് പിടിച്ച നല്ല അടിപൊളി മീൻ, ചെമ്മീൻ, ഞണ്ട്, കക്ക, ചെമ്മീൻ തന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. 2-3 കണവ,
നല്ല ഐറ്റംസ് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ഇവിടെ ലൈവായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കുറച്ച് 2 മിനിറ്റ് ഇവിടെ ഇരുന്ന് ഇപ്പോൾ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് വീണ്ടും പോവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ കുറച്ച് ഹോട്ടലുകളൊക്കെ കാണാം. നമ്മുടെ ഇതൊക്കെ പഴയ സിനിമകളിലൊക്കെ വന്നിരുന്നു, ഒരുപാട് സിനിമകളിലൊക്കെ, മുമ്പത്തെ സിനിമകളിലൊക്കെ ഉണ്ട്, മലയാള സിനിമയിലൊക്കെ വന്ന ഏരിയ ഒക്കെയാണിത്, ഫോർട്ട് കൊച്ചിയിലെ ഈ സ്ഥലങ്ങളൊക്കെ. സോ ഞാൻ ഇതിലേ കൂടി കുറച്ച് നേരം നടന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇന്ത്യൻ മാരിടൈമിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. ഇന്ത്യ എയർഫോഴ്സിൻ്റെ ഒക്കെ ചെറിയൊരു മ്യൂസിയം, ഇന്ത്യൻ മാരിടൈം മ്യൂസിയം ഉണ്ട്. അവിടത്തേക്ക് നമുക്കൊന്ന് പോകണം. അവിടെ ചെറിയൊരു മ്യൂസിയമാണ്, അവിടെ പോയിട്ട് കുറച്ച് വിഷ്വൽസ് ഒക്കെ നമുക്ക് എടുക്കണം. ഇത് ഓൾഡ് ഹാർബർ ഹോട്ടലൊക്കെയാണ്, പഴയ ഹോട്ടലാണ്. അപ്പോൾ അവിടെ സൈക്കിളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നുണ്ട്. മുമ്പിൽ കുറച്ച് ഫോറിൻ ടൂറിസ്റ്റുകളുണ്ട്. അതുപോലെ അവിടെ വാടക വേണമെങ്കിൽ റെൻറ്റിന് നമുക്ക് സൈക്കിളൊക്കെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സൈക്കിൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫോട്ടോ വെച്ചൊക്കെ മുഴുവനൊന്ന് കറങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നടക്കാം മുന്നോട്ട്. വിനോദസഞ്ചാര അപ്പം ഞാനിവിടെ നിന്നൊരു ലൈം സോഡ കുടിച്ച്, ഇവിടെ ഒരു ആൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ലൈം സോഡ കുടിച്ച് കുറച്ച് എനർജി കിട്ടി. അപ്പോൾ വീണ്ടും നമുക്ക് നടക്കാം. ഇത് നേരെ നടന്ന് നമുക്ക് ഫോർട്ട് കൊച്ചി ബീച്ച് എത്തോട്ടാ. ഈ കായലിൻ്റെ അടുപ്പിച്ച് തന്നെയാണ് ഫോർട്ട് കൊച്ചി ബീച്ച് രണ്ടുപേരും ബന്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, സുവനീറിൻ്റെയും അതുപോലെ ഡിസൈൻ്റെയും, മാല, ചെയിന്, ബാഗ്, ബ്രേസ്ലെറ്റ്, അങ്ങനെ പല ഐറ്റംസ്. ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് നമ്മൾ പോയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അത് തന്നെയാണ് നമുക്ക് എല്ലായിടത്തും പോയാൽ കാണുന്നത്. തിരുവനന്തപുരം കോവളത്ത് പോയാലും ഫോർട്ട് കൊച്ചി പോയാലും ഗോവയിൽ പോയാലും എവിടെ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചൈനയിലൊക്കെ പോവുകയാണെങ്കിൽ, ഞാനിത് കാണുമ്പോൾ ചൈനയിൽ പോയിട്ടില്ല, ചൈനയിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെയൊക്കെ നിർബന്ധമായിട്ടും ഇവർ ടൂർ ഗൈഡായിട്ട് പോകുമ്പോൾ അവർ നമ്മളെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് തോന്നുകയാണെങ്കിലും എന്തെങ്കിലും ചെറിയൊരു സാധനം അങ്ങനെ എന്തെങ്കിലും അവർ നമ്മളോട് വാങ്ങിപ്പിക്കും. കാരണം വെച്ചാൽ അവിടുത്തെ എക്കണോമി, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ എക്കണോമിക്ക് പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് കണ്ടെങ്കിൽ അല്ല, നമ്മുടെ സുവനീറും അതുപോലെ ടാഗ്, ബാഡ്ജൊക്കെ, ഈ ബാഡ്ജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. കേരള, ഗോഡ്സ് ഓൺ കൺട്രി, അതുപോലെ ഫോർട്ട് കൊച്ചി, പല ഡിസൈൻ, ഇന്ത്യ, അതുപോലെ തെയ്യത്തിൻ്റെ ഡിസൈൻ, ഓട്ടോൻ്റെ ഡിസൈന്, അങ്ങനെ പല ഡിസൈനുകളാക്കി ഇതേപോലുള്ള ബാഡ്ജുകളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതിവിടെ വന്ന് സാധനം സെയിൽ ചെയ്യുന്ന കച്ചവടക്കാരുണ്ട്. അങ്ങനെ അതിലേക്കൂടെയൊക്കെ പൈസ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ വേറൊരാൾ കണ്ട്, ഇവിടെ നമ്മുടെ സാധാരണ അരി നമ്മുടെ അച്ചപ്പവും മുറുക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആ മെഷീൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മുമ്പ് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ് കണ്ടത്. ഇപ്പോൾ എവിടെയും ഉണ്ട്. കാരണം വെച്ചാൽ ഇത് കൗതുകത്തിനൊക്കെ ഫോറിനേഴ്സൊക്കെ കണ്ടാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. ചെറിയ ഈ സാധനം വാങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ആക്കി അടിക്കാമല്ലോ. ശരിക്കും നമ്മുടെ ഒരു കൾച്ചർ അവർക്ക് നമ്മളെന്ത് പറഞ്ഞു കൊടുക്കുന്നത്, അരിയും അച്ചപ്പവും ഇതൊക്കെ ഉണ്ടാക്കണ്ടേ.
ഇത് കീ ചെയിൻ ഹോൾഡറും കാര്യങ്ങളും വുഡ് കൊണ്ട് തടി കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ, ചെണ്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ രാജസ്ഥാനികൾ ഗുജറാത്തികളൊക്കെ മെയിൻ വരുമ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇവിടെ കണ്ടു. ഇവിടെ പോപ്കോൺ, ഒരാൾ കോണൊക്കെ നമുക്ക് ഹോട്ട് കോണൊക്കെ കിട്ടും. നമുക്ക് അങ്ങനെ ടോയ്സ് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ടോയ്സ്, അതുപോലെ ഫാൻസി ഐറ്റംസ്, ഈ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകാരൊക്കെ ഒരുപാടുണ്ട്. ഇളനീർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രൊഡക്റ്റും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഗ്ലാൻസ് ആയിട്ട് ഒന്ന് കാണാവുന്ന രീതിയിൽ എന്ത് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ മുന്നിലെത്തിച്ചു. നിങ്ങളത് കണ്ട് ആസ്വദിക്കാം കേട്ടോ. పోయి దాన్ని చూసుకొని వస్తాయి.
നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ, അതായത് നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് ഹൈക്കോർട്ടിൽ നിന്ന് വാട്ടർ മെട്രോയിൽ കയറി നമ്മൾ ഫോർട്ട് കൊച്ചി ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ പാർക്കും അതുപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സിലൊക്കെ നമ്മൾ കണ്ടു. ആ സ്ട്രീറ്റിലേക്ക് കൂടി നമ്മൾ നടന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടാണ്. ഇത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല ഷിപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഷിപ്പുണ്ട്, അതുപോലെ ഇന്ത്യൻ ഓയിലിൻ്റെയും അതുപോലെ കമ്പനികളുടെയൊക്കെ റിഫൈനറി പോലത്തെ വലിയ ടാങ്ക് ഇതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ചരക്ക് കപ്പലും മറ്റേ കപ്പലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ബീച്ചിൻ്റെ അവസാനത്തി. ഇവിടെ ഒരു വലിയൊരു ഏരിയ ആണ്, ആൾക്കാർ വന്നിരിക്കാനുള്ളൊക്കെ ഏരിയ ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു. ഇവിടെ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ തന്നെ, നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് മാരിടൈം മ്യൂസിയം പോകണം. അതേപോലെ ചർച്ച് പോകണ്ട്. നമുക്കിവിടെ സാന്റാക്രൂസ് ബേസിലിക്ക ചർച്ച് ഉണ്ട്, പഴയ ഒരു ചർച്ചാണ്, നല്ല മനോഹരമായി ഡിസൈൻ ചെയ്ത ചർച്ചാണ്. അവിടത്തേക്ക് നമുക്കൊന്ന് പോകണം. അത് ഈ പോകുന്ന വഴിക്ക് തന്നെയാണ്, ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. സോ നമ്മളിപ്പോൾ ചർച്ചിനടുത്തെത്തി. സെൻറ്റ് ബേസിലിക്ക പള്ളി. ഇത് പോർച്ചുഗീസർ 1500-ആം ആണ്ടിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സഞ്ചാരികളൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പുറത്തുനിന്ന് ഇതിൻ്റെ കുറച്ചൊരു വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല മനോഹരമായ ഏരിയ ആയിരുന്നു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്ത ശേഷം ഞാൻ പിന്നെ തിരിച്ച് പോയി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് പിടിക്കാനുണ്ട്. വൈകുന്നേരത്തിന് മുമ്പ് മാക്സിമം കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. സോ നമ്മൾ മ്യൂസിയത്തിലെത്തി. ഇപ്പം നമ്മളുള്ളത് ഇന്ത്യൻ മാരിടൈം മ്യൂസിയത്തിലാണ്. നമ്മൾക്ക് അവിടെ നിന്ന് ഏകദേശം ഫോർട്ട് കൊച്ചിയിൽ ഏകദേശം 1.5 കിലോമീറ്റർ വന്നാൽ, ഓട്ടോയിലോ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ എത്താം. റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ പഴയ കാലത്ത് ഉപയോഗിച്ച കൊച്ചിയുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയുടെ ചരിത്രത്തിലേക്ക് പോകുന്ന ഒരു നല്ലൊരു മ്യൂസിയമാണിത്. അതായത് നേവൽ ബേസ്, ഇവിടുത്തെ കൊച്ചിയിലെ നേവൽ ബേസിൻ്റെ ഒരു മ്യൂസിയമാണിത്. നേവൽ ബേസ് മീൻസ് മാരിടൈം മ്യൂസിയമാണ്. പണ്ട് ഷിപ്പുകളിൽ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ട്രഡീഷണലായി ഷിപ്പിൽ ഉപയോഗിച്ച പല സാധനങ്ങളാണ്. ബൈനാക്കുലേഴ്സും അതുപോലുള്ള ചില ഇൻസ്ട്രുമെൻസും എക്യുപ്മെൻറ്റ്സൊക്കെയാണത്. ഇത് പണ്ടത്തെ നമ്മൾ ഉപയോഗിച്ച മനുഷ്യൻ അതിൻ്റെ ജലഗതാഗതം അല്ലേ, സമുദ്രത്തിലേക്ക് കൂടിയുള്ള ആ ഒരു ഉള്ള പരിണാമം ഉണ്ടല്ലോ, അതിൻ്റെ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ച ബോട്ടുകളുടെയൊക്കെ രീതി, അതിൻ്റെ പരിണാമം. ആൻഷ്യൻ്റ് ഷിപ്പ് ബിൽഡ് ഇൻ ബേപ്പൂർ. നമ്മുടെ ബേപ്പൂർ സുൽത്താൻ ബേപ്പൂരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബേപ്പൂരൊക്കെയാണ് മെയിനായിട്ട്. ഉരുക്കൾ നമ്മുടെ നാടോടിക്കാറ്റിൽ ദാസനും വിജയനും പോയ ഉരുവൊക്കെ ഉണ്ടായിട്ടില്ലേ, മമ്മൂക്കയ പറയുന്നത്. അതേപോലെ അത് അവിടെയൊക്കെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചരിത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പണ്ട് കാലം ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ അതിൻ്റെ ജലഗതാഗതം, വാട്ടർ വേസ് അല്ലെങ്കിൽ സീ വേസ് തുടങ്ങിയത് എങ്ങനെയാണ്, അതിൽ നിന്നും പഴയ രീതിയിൽ തുടങ്ങിയ ശേഷം നമ്മൾ ഇന്ന് പുതിയ ഹൈടെക് രീതിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്ക് ഉണ്ടായതല്ല, ആ പരിണാമം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളെടുത്ത് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ ഇവിടെ കാണാൻ പറ്റും, ആ ഒരു മാറ്റങ്ങളൊക്കെ. അതുപോലെ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ എന്താ പറയുക, ആ ഒരു ഇന്ത്യൻ നേവീസിൻ്റെ ഹിസ്റ്ററിയുടെ പഴയ ഒരു ലെറ്ററൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ പഴയ കപ്പലിൻ്റെയൊക്കെ പേരുണ്ട്, മാൽവൻ, മുൽക്കി, ആ പഴയ ഷിപ്പിൻ്റെയൊക്കെ പേരുകളാണ്. അതൊക്കെ INS. ഇപ്പോൾ നമുക്ക് INS വിക്രാന്തൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടാവില്ല. INS വിക്രാന്തും വിക്രമാദിത്യ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പഴയ സാധനങ്ങളൊക്കെയാണിത്. പണ്ട് ഉപയോഗിച്ചിരുന്ന ആ ഷിപ്പിൻ്റെ കോമൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാം. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, കുറച്ച് നമുക്ക് വരാം ഇവിടെ
നമ്മുടെ പിള്ളേരൊക്കെ കൊണ്ടുവരാം, കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. അല്ലേ, പഴയ രീതിയിലുള്ള സമുദ്ര ഗതാഗത മാർഗങ്ങളാണ് അല്ലേ. നമുക്കറിയാം വാസ്കോ ഡ ഗാമ വന്നു, അതിനു മുമ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കോ പോളോ നമ്മുടെ എന്താ പറയുക അമേരിക്ക കണ്ടുപിടിച്ച്, അമേരിക്കയിലേക്കുള്ള ജലഗതാഗതം കണ്ടുപിടിച്ചു, വാസ്കോ ഡ ഗാമ വന്ന്, അങ്ങനെ പല ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ സീവേസ് ഇപ്പോൾ വിമാനങ്ങളൊക്കെ വരുന്ന മുമ്പ് വലിയ ഇപ്പോൾ രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ അറിയാനുള്ള ഒറ്റ മാർഗം എന്ന് പറഞ്ഞാൽ കപ്പലായിരുന്നു. കപ്പലിലെ കൂടിയാണ് ലോകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് മനുഷ്യൻ. അത് കഴിഞ്ഞിട്ടാണല്ലോ വിമാനം വന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചരിത്രമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് പുതിയ യുദ്ധക്കപ്പലുകളുടെയൊക്കെ കഥയാണ് കേട്ടോ. യുദ്ധക്കപ്പലും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറത്ത് ഗോദാവരി അതേപോലെ ഇന്ത്യൻ നേവൽ ഉപയോഗിച്ച ഷിപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഡെമോ ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. നമുക്ക് നല്ല രീതിയിൽ അതൊക്കെ കാണാം. ഇവിടെ തൽവാർ ഉണ്ട്. തൽവാർ എന്ന് പറഞ്ഞ ഒരു ഷിപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നേവൽ ഉപയോഗിച്ച ഷിപ്പാണ്.
മേ ബി അത് ചിലപ്പോൾ അത് മുമ്പ് ഉപയോഗിച്ചായിരിക്കാം, അത് അതേപോലെ ഇപ്പോഴും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവാം ഏതെങ്കിലും. അതുപോലെ ഇവിടെ പുറത്ത് കുറച്ച് ഡിസൈനുകൾ ഒരു വിമാനത്തിൻ്റെയും ആയുധങ്ങളുടെയൊക്കെ പണ്ട് ഉപയോഗിച്ച ആയുധങ്ങളുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായി. കണ്ടോ, ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ടോർപിഡോ, നമ്മളെ മിസൈൽ പോലത്തെ ഈ അന്തർവാഹിനികളൊക്കെ തകർക്കാനും അതുപോലെ വിമാനത്തിൻ്റെ അടിഭാഗം തകർക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ മിസൈലിൻ്റെ വെള്ളത്തിൽ കൂടി പോകുന്നത്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമുക്കിത് ഒരുപാട് കാണാൻ പറ്റും. മലയാള സിനിമയിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉണ്ട് ഈ ഐറ്റംസൊക്കെ. ഇതൊക്കെ അറിയില്ലേ? ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഹോളിവുഡ് സിനിമ തന്നെ കാണണം. ഇടയ്ക്ക് അധികം കാണാറുണ്ടായിരുന്നു. ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഇതിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് വേർഷൻ കേട്ടോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനൊന്നും ആവശ്യമില്ല. മുമ്പ് മനുഷ്യന് മെഷീൻ ഗൺ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു പെർ സെക്കൻഡിൽ ഇത്ര റൗണ്ട് ബുള്ളറ്റ് പോവുകയാണെങ്കിൽ ഇന്ന് അതിൻ്റെ ഇരട്ടി പോകുന്ന രീതിയിൽ മെഷീനുകളുണ്ട്. നമുക്ക് യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാം. ഇന്ന് പല ഷിപ്പും അമേരിക്കയുടെയും ചൈനയുടെയും ഇവിടെ ഇന്ത്യയുടെ പോലും വലിയ പടക്കപ്പലുകൾ, വാർഷിപ്പുകൾ ഉപയോഗിക്കുന്ന മെഷീൻ ഗണ്ണൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോവും നമ്മൾ. അമ്മാതിരി സ്പീഡിലാണ് ബുള്ളറ്റൊക്കെ ഇങ്ങനെ പോവുക. അത്രയും സ്പീഡിൽ ഒരു സെക്കൻഡിൽ പോകുന്ന കണ്ട നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അവിടുന്ന് ഈ പഴയ മെഷീൻ ഇത്രയും കാലം എടുത്ത് നമ്മളിതിലേക്ക് വരാൻ വേണ്ടി പുതിയ അഡ്വാൻസ് റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പണ്ട് ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഓർമ്മ ശേഷിപ്പ് എന്ന രീതിയിൽ ഇത് കാണാം. റോക്കറ്റ് ലോഞ്ചറൊക്കെയാണിത്, നമ്മൾ റോക്കറ്റ് ലോഞ്ചർ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഐറ്റംസൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് മുമ്പ് ഉപയോഗിച്ച ഒരു ഫ്ലൈറ്റാണ്, വിമാനമാണിത്. അത് വിമാനം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു എന്നുള്ളതാണ് കാര്യം. ഇത് ഇവിടെ വേറൊരു റൂമുണ്ട്. ഈ റൂമിൽ നമ്മുടെ ഈ ഷിപ്പിൻ്റെ ഉള്ളിലെ ഉദ്യോഗസ്ഥരുടെ മെഡലുകളും അതുപോലുള്ള അവരുടെ പദവികളൊക്കെ ഉണ്ടാവില്ലേ, അവർ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനുകൾ, അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓരോ കസ്റ്റംസിൻ്റെയും യൂണിഫോം റാങ്കൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് ഇതൊരു കപ്പാണത്, ഇതിന് കിട്ടിയതാണത്. അതവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ മെഡലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാഡ്ജ് മെഡലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഈ റൂമിലുള്ളത്. അതുപോലെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഈ നാവൽ അല്ലെങ്കിൽ മാരിടൈം എന്നൊക്കെ പറയുന്നില്ലേ, മറൈൻ അല്ലെങ്കിൽ മാരിടൈം അല്ലെങ്കിൽ ഇതേപോലെ നാവൽ, അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിലുള്ള ആൾക്കാരെയും അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയും അവരുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യൻ നേവൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ ഇവരുടെ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി. ഇവിടെയും ഇതേപോലെ പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ജാപ്പനീസ് സ്വോർഡ്, ആയുധങ്ങളും വെപ്പൺസുകളും കാര്യങ്ങളൊക്കെ കാണാം. നേവലിൻ്റെ വെപ്പൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അതൊക്കെ ഞാനൊന്ന് ഗ്ലാൻസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് വീഡിയോ എടുത്തു. ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന സ്മോൾ ആർംസ് ആണ് കേട്ടോ. വേൾഡ് വാറിൽ സെക്കൻഡിൽ ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ്. വേൾഡ് വാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ആയുധങ്ങൾ.